ഹായ് റുമാലി റൊട്ടിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ ഒരു റൊട്ടി നല്ല സോഫ്റ്റ് ആണ്. രണ്ട് രീതിയിൽ ഇത് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനൂടെ സെലക്ട് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഈ റൊട്ടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കപ്പില്ലെങ്കിൽ ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് മാവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2.5 കപ്പ് മൈദയ്ക്ക് 1/2 കപ്പ് ഗോതമ്പ് മാവാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഒന്ന് തിരുമ്മി കൊടുക്കണം. നന്നായിട്ട് തന്നെ ഈ ഓയിലൊന്ന് ഈ മൈദയിലേക്ക് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. തണുത്ത പാലെടുക്കരുത്, ചെറിയ ചൂടോടെ തന്നെ പാലെടുക്കണം. എങ്കിൽ മാത്രമേ റൊട്ടി നല്ല സോഫ്റ്റായിട്ട് കിട്ടൂ. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കൂടി ചെറിയ ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവുമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചെടുത്താൽ മാത്രമേ റൊട്ടി സോഫ്റ്റ് ആവൂ. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. അപ്പോൾ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. മാവ് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് വെച്ചിട്ട് ഒരു ചെറുതായിട്ട് നനഞ്ഞ ഒരു തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഇതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇനി ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പത്തിലുള്ള റൊട്ടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ബോളാക്കി എടുത്താൽ മതി. ഇത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോൾസ് ആക്കി എടുത്താൽ മതി. ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് വിതറിയിട്ട് അവിടേക്ക് വെച്ച് കൊടുക്കാം. ചപ്പാത്തി കോലുകൊണ്ട് നന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കണം. ഞാനിവിടെ ഇതേപോലുള്ള ഒരു ചീനിച്ചട്ടിയാണ് ചൂടാകാൻ വെച്ചിട്ടുള്ളത്. അതിങ്ങനെ കമിഴ്ത്തിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് മെത്തേഡാണ് കാണിക്കുന്നത്. ഫ്രൈയിങ് പാനിൽ ചെയ്യുന്നതും പിന്നീട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചപ്പാത്തി നന്നായിട്ട് പരത്തിയിട്ട് ഇതേപോലെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. ഈ തട്ടുന്ന സമയത്ത് കുറച്ചും കൂടെ ഒന്ന് വലുതായിട്ട് കിട്ടും. ഇത്രയും നല്ല നൈസായിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ചീനിച്ചട്ടിയിൽ ഈ റൊട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
ഈ ഒരു ഉപ്പിൻ്റെ വെള്ളം തളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഓയിൽ ഒരു ടിഷ്യൂവിലാക്കിയിട്ട് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചീനിച്ചട്ടി നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. അതിലേക്ക് ആ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ഈ റൊട്ടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് റൊട്ടി ചുട്ടെടുക്കുന്നത്. ഇത് ഉടനെ തന്നെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. അല്ലാതെ ഒരു സൈഡ് തന്നെ കൂടുതൽ നേരം കുക്ക് ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ കരിഞ്ഞു പോവും, റൊട്ടി ഹാർഡായി പോവും. സൈഡെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വരും. അടുത്ത ഒരു ബോൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഈ റൊട്ടിയും അതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോഴും ഈ ഒരു ചട്ടി നല്ല ചൂടായിട്ട് തന്നെ വേണം ഈ റൊട്ടി ഇട്ട് കൊടുക്കാനായിട്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം. രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണ് ഈ റൊട്ടി റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ രണ്ടും ഒരേ വലുപ്പത്തിലുള്ള മാവെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തന്നെ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ ബോളിൻ്റെ ആ പരത്തിയത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇത് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നന്നായിട്ട് പരത്തിയെടുക്കാം. നന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഫ്രൈങ് പാനിലേക്ക് വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ നന്നായിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി, ഒരു സൈഡ് ചൂടായി വരുമ്പോൾ അപ്പോൾ തന്നെ മറിച്ചിട്ട് കൊടുക്കണം. കൂടുതൽ നേരം ഓരോ സൈഡും കുക്ക് ചെയ്തെടുക്കരുത്. പെട്ടെന്ന് മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു സൈഡ് മാത്രം കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞാൽ മൊരിഞ്ഞു പോവും. മൊരിഞ്ഞു പോയിക്കഴിഞ്ഞാൽ റൊട്ടി ഹാർഡായി പോവും. രണ്ട് സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് ആ ചൂടോടെ തന്നെ ഇതൊന്ന് ഇങ്ങനെ രണ്ടാക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. എന്നിട്ട് ഇത് മടക്കിയിട്ട് ഏതെങ്കിലും ചൂട് പോകാതെ ഉള്ളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടച്ചു വെക്കണം. ഇതേപോലെ ഇത് മടക്കിയെടുത്താൽ മതി. ഫ്രൈങ് പാനിൽ ചുടുന്നത് ഒന്നുകൂടി കാണിച്ചു തരാം. രണ്ട് ബോൾ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് പരത്തിയിട്ട് അതിലേക്ക് എണ്ണ നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ മൈദപ്പൊടി വിതറിയിട്ട് രണ്ടും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഇതേപോലെ തട്ടിയിട്ട് ചൂടുള്ള ഫ്രൈ പാനിലും വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ചുട്ടെടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ പാൻ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഇത് മറിച്ചും തിരിച്ചു വിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചൂടോടെ തന്നെ ഇത് രണ്ടും രണ്ടാക്കി എടുക്കണം. എന്നിട്ടത് അപ്പോഴെ തന്നെ ഒന്ന് മടക്കിയിട്ട് ഏതെങ്കിലും ചൂട് പോകാത്ത പാത്രത്തിലേക്ക് അടച്ചു വെക്കണം. നല്ല സോഫ്റ്റാണ് ഈ ഒരു റൊട്ടി. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണുള്ളത്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. നല്ല സോഫ്റ്റായിട്ടാണ്, നല്ല നൈസുമാണ്, നല്ല സോഫ്റ്റുമാണ്. ഒരുപാട് ഹാർഡായിട്ടൊന്നുമില്ല. ഇത് കുറച്ച് നേരം ഇരുന്നാലും സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതേപോലെ ഇട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു റൊട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്